പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞുപോയ ക്രിസ്മസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ലോകം വലിയൊരു പാൻഡമിക്കിലൂടെ കടന്നു പോവുകയാണ്. നമ്മളും നിങ്ങളും എല്ലാവരും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചിട്ട് കടന്നു പോവുകയാണ് നമ്മളെല്ലാവരും. അതിന് നിങ്ങൾക്ക് ദൈവം ശക്തി തരട്ടെ, ഇതിനെ അതിജീവിക്കാനുള്ള ബലം തരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ നമ്മൾ എന്നൊരു വലിയ അനുഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുമായുള്ള ബന്ധത്തിൽ മറ്റുള്ളവർക്ക്, രോഗികൾക്ക്, രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സിന് എത്ര പേർക്ക് നമ്മൾ എന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? മറ്റുള്ളവരെ നമ്മൾ എന്തുമാത്രം നമ്മൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്? നീ, ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ, നിങ്ങൾ, ഇങ്ങനൊരു വലിയൊരു ഡിവിഷൻ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഡിവിഷൻ്റെ മതിലുകളായിരിക്കും ഏറ്റവും അധികം നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ നമ്മൾ എന്നുള്ള വലിയൊരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും, ഇതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കങ്ങനെ രോഗികളുമായുള്ള ബന്ധത്തിൽ, ബൈസ്റ്റാൻഡേഴ്സുമായ ബന്ധത്തിൽ നമ്മൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളുകളുണ്ടോ? അങ്ങനെയുള്ള എത്ര പേര് ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഞങ്ങൾ, നിങ്ങൾ എന്നുള്ള ഒരു കാര്യവും നമ്മൾ എന്ന് പറയുന്ന കാര്യവും ഒരു വ്യത്യാസം, എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന്. പക്ഷേ ഇതിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മളൊരു ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങളെല്ലാവരും നഴ്സുമാരാവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അധികം താമസിയാതെ തന്നെ നിങ്ങൾ നഴ്സിംഗ് ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കും, അല്ലേ? അപ്പോൾ ഈ ശുശ്രൂഷയെ നിങ്ങൾ ആശുപത്രിയിലായിരിക്കും കുറേ സമയം, ജീവിതത്തിൻ്റെ വലിയൊരു സമയം ചെലവഴിക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ, നിങ്ങൾ എന്നുള്ളൊരു വലിയൊരു വ്യത്യാസത്തിൽ ശുശ്രൂഷ ചെയ്ത് പോകണോ? ഞങ്ങൾ നഴ്സുമാർ, നിങ്ങൾ ഡോക്ടർമാർ, നിങ്ങൾ രോഗികൾ, നിങ്ങൾ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ്, അങ്ങനെ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കി നമ്മുടെ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകണമോ? അതോ നമ്മൾ അനുഭവത്തിൽ രോഗികൾ, ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാവരും മനുഷ്യരാണ്, നമ്മൾ എന്നുള്ള വലിയൊരു അനുഭവത്തിൽ ശുശ്രൂഷ ചെയ്യണോ? ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ വലിയ സ്നേഹവും സമാധാനമൊക്കെ നമുക്ക് ഉണ്ടാകും നമ്മൾ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ. ഒരു പക്ഷേ നമ്മൾ മനുഷ്യരെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ബ്രെയിൻ ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. വളരെ അത്ഭുതകരമായ പ്രതിഭാസമാണ്. എന്തുമാത്രം ഓർമ്മകളാണ് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയുന്നത്, എന്തുമാത്രം ഇമോഷൻസാണ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. ദിവസം ആരംഭിക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ എന്തുമാത്രം കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ബ്രെയിൻ ഇത്രയും അത്ഭുതകരമായ കാര്യമാണെങ്കിൽ ഇത് ലിമിറ്റഡാണ്, വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് ഈ ലിമിറ്റഡായിട്ടുള്ള ബ്രെയിനും ലിമിറ്റഡായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. അപ്പോൾ എന്തുമാത്രം നമുക്ക് ഈ ഒരു ബന്ധങ്ങൾ മറ്റുള്ളവരായിട്ട് സ്ഥാപിക്കാൻ പറ്റും, നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ പറ്റും, അത് നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന സമയം ലിമിറ്റഡാണ്, നമ്മുടെ ബ്രെയിൻ അത്ഭുതകരമാണ്, എന്നാൽ സമയവും കാര്യങ്ങളെല്ലാം ലിമിറ്റഡാണ്. ഈ ലിമിറ്റഡായ സമയത്തിൽ ഈ ഒരു ആശയം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബന്ധങ്ങളിൽ ഇപ്പം നഴ്സിംഗ് മേഖലയിലുള്ള കാര്യമാണെങ്കിൽ തന്നെ ടെക്നോളജികളൊക്കെ വളരെയധികം ഡെവലപ്പായി, ഭയങ്കര വലിയ ടെക്നോളജികൾ ഇപ്പം ഉണ്ട്. ഈ ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് ബന്ധങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ബന്ധങ്ങൾ നന്നായിട്ട് വളർത്താനായിട്ട് സാധിക്കും. എന്നാൽ ഈ ടെക്നോളജി നമ്മൾ വെറുതെ ഒരാളെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ചൂഷണം ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. നിങ്ങൾ നോക്കുക, നമുക്ക് പണ്ട് നമ്മൾ ഒരു പ്രശ്നം വന്നാൽ, ഫോണിനൊരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ വിളിക്കും, ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് വിളിക്കും. നിങ്ങൾ പല എക്സ്ചേഞ്ചുകളിലേക്ക് വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ BSNLക്ക് വിളിച്ചിട്ടുണ്ടോ? BSNLക്ക് വിളിച്ചു കഴിഞ്ഞാൽ വളരെ തണുത്ത പ്രതികരണം നമുക്ക് കിട്ടും. ടെക്നോളജി വളരെ ഡെവലപ്ഡാണ്. ഈ ലോകത്തെ ഏറ്റവും അധികം ടവറുകളുള്ളത്, ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം ടവറുകളുള്ളത് ഒരു പക്ഷേ BSNL ആയിരിക്കും.
ടെക്നോളജി ഏറ്റവും ടോപ്പ് ഒരു പക്ഷേ കൊണ്ടുവരാൻ കഴിയുന്നത് അവർക്കായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് BSNL നിന്ന് ആൾക്കാർ മാറാനായിട്ട് ഒരു കാരണം എന്തായിരിക്കും? ഒരു കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് BSNL, ഞാൻ BSNL എൻ്റെ ഫോൺ ലാൻഡ് ഫോൺ ഒരു 4 ദിവസമായിട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അവരെ BSNLക്കാർ വിളിക്കുകയാണ്, എൻ്റെ ഫോൺ വർക്ക് ചെയ്യണില്ല. ഇപ്പോൾ വരും കേട്ടോ, ഞാനിപ്പോൾ വരുന്ന വിചാരിച്ച ഒരു ദിവസം മുഴുവൻ ഇരുന്നു, അവർ വന്നില്ല. പിറ്റേ ദിവസം വീണ്ടും വിളിച്ചവരെ, ഇപ്പോൾ വരും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ ദിവസം പോയിട്ട് കണ്ടില്ല. 3-ാമത്തെ ദിവസം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 2 ദിവസം ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അപ്പോഴേക്കും അയാൾ ദേഷ്യപ്പെട്ടു തുടങ്ങി. അയാൾ പറഞ്ഞു, ഇത് എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ല നോക്കാനുള്ളത്, നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നെയുള്ള സഹോദരങ്ങളെ, നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ, അവർക്ക് ടെക്നോളജി വളരെ വലിയ ടെക്നോളജി, പക്ഷേ ബന്ധം വളരെ മോശമായിപ്പോയി. ഇതുപോലെ ജൂബിലി വലിയൊരു ഹോസ്പിറ്റലാണ്, ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു ഹോസ്പിറ്റലാണ്. പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് രോഗികൾ അകന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജൂബിലിയിൽ ഒരു പ്രാവശ്യം വന്നവർ പിന്നെ വരാൻ താല്പര്യം കാണിക്കാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്, എല്ലാ ടെക്നോളജിയും ഇവിടെ ഉണ്ട്. നമ്മുടെ ലാബ് ഏറ്റവും നല്ല ലാബാണ്. നമ്മുടെ റേഡിയോളജിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ തിയേറ്ററുകളിൽ ഹാർട്ടിൻ്റെയോ ബ്രെയിൻ്റെയോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡോക്ടർമാരെല്ലാം ഉണ്ട് നമുക്ക്. എന്നാൽ പോലും നമ്മുടെ അവിടെ വരാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം കുറയാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും? ബന്ധങ്ങളായിരിക്കും. അതിൻ്റെ പ്രോബ്ലം. നിങ്ങൾ ജൂബിലിയുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചു നോക്കൂ, അവിടെയുള്ള നല്ല ചേച്ചിമാരാണ്, നല്ലവരാണ് അവർ. ഒന്ന് വിളിച്ചു നോക്കൂ, ജൂബിലിയിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നും, അയ്യോ ആൾ ഡോക്ടറില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, കാരണം ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ വളരെ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ, സമയം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയത്തിൽ എന്തുമാത്രം കരുണയും കെയറും അവന് കിട്ടുമെന്നാണ് അവൻ ചിന്തിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ വലിയൊരു ഡിഫറൻസ് ഉണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മൾ എന്നുള്ളൊരു ബന്ധം ഉണ്ടാക്കുന്നതും നിങ്ങൾ എന്നുള്ളൊരു ബന്ധം ഉണ്ടാക്കുന്നു. BSNLകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് BSNLായിട്ട് ഒന്നാകാനോ ഒരു BSNL എൻ്റെ ആയിട്ടും കൂടി തോന്നുന്നില്ല. അതുപോലെ തന്നെ ജൂബിലിയും ചിലപ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും, എൻ്റെ ആയിട്ട് നമുക്ക് തോന്നില്ല. ജൂബിലി ഒരെണ്ണം, ഞാൻ വേറെ. നിങ്ങൾ പഠിക്കുന്ന സ്കൂള് നഴ്സിംഗ് സ്കൂള് ഒരെണ്ണം, ഞാൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി, ഒന്നായിട്ട് നമുക്ക് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വളർത്തി കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബിലോങ്ങിങ്നെസ് നമുക്ക് കിട്ടുമായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും നല്ല ഇൻവെൻറ്ററി സിസ്റ്റം ഉള്ളത് ഡെൽ എന്ന് പറയുന്ന കമ്പനിക്കാണ്, ഡെൽ കമ്പ്യൂട്ടേഴ്സ്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്ഥലത്ത് ഏറ്റവും അധികം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് ഡെല്ല്. പക്ഷേ അവരുടെ ആൾക്കാരുമായിട്ടുള്ള അവരുടെ പെരുമാറ്റം ഭയങ്കര തണുപ്പൻ പെരുമാറ്റമാണ് പലപ്പോഴും. എൻ്റെ പല സുഹൃത്തുക്കളും ഡെല്ലെന്ന് പറയുന്ന, ഞാനിവിടെ വെച്ചാൽ വേറെ രാജ്യത്തായിരിക്കുമ്പോൾ ഡെല്ലിൽ നിന്ന് അവർ ആപ്പിളിലേക്ക് മാറിയിട്ടുണ്ട്. മാക്കൻടോഷ് കമ്പ്യൂട്ടർ, മാക്കിലേക്ക് അവർ പലരും മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത്, ഡെല്ല് വളരെ നല്ലൊരു കമ്പ്യൂട്ടറാണ്, വളരെ നല്ല സിസ്റ്റമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കി തരും അവർ. പക്ഷേ അവരുടെ ഒരു വലിയൊരു വിഷമം, ഏറ്റവും നല്ല സ്പെയർ പാർട്ടുകൾ എല്ലാം അവർക്ക് ഉണ്ട്, പക്ഷേ അവർ ആളുകളോട് പെരുമാറുന്നത് വളരെ തണുപ്പൻ പെരുമാറ്റമാണ്. അപ്പോൾ ഇത്രയും നല്ല സയൻറ്റിഫിക്കായിട്ടും എല്ലാം നല്ല സിസ്റ്റം ഉണ്ടായിരുന്നിട്ടും ഒരു തണുപ്പൻ പെരുമാറ്റം മൂലം അവർ മാക്കിലേക്ക് മാറണം. മാക്ക് നല്ല കമ്പ്യൂട്ടറാണ്, നല്ല സിസ്റ്റമാണ്. അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ എന്ന് പറയുന്ന ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമയം, വലിയൊരു സമയം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ജോലി ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ബന്ധം നമുക്ക്, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് ക്യാഷ്യറിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കും. ക്യാഷ്യറിൻ്റെ അടുത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോരും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതേ ക്യാഷ്യറാണോ ഇരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ക്യാഷ്യറിന് ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആ ക്യാഷ്യറിൻ്റെ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ക്യാഷിൽ ഇരിക്കുന്നത്, പൈസയും വെറുതെ ഇങ്ങനെ നോക്കി അയാൾ സമയം സ്പെൻഡ് ചെയ്ത് മുഴുവൻ സമയം അയാളുടെ നഷ്ടപ്പെടുത്തി കളയുന്നു. ശരിക്കും ആ സമയം എന്തുകൊണ്ട് കുറച്ച് സമയമുള്ളൂ, 1 മിനിറ്റുള്ളൂ, 2 മിനിറ്റുള്ളൂ എങ്കിൽ പോലും നമ്മൾ എന്ന് പറയുന്നൊരു ബന്ധത്തിലേക്ക് വളർത്താനായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ, അല്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിച്ചുകൂടാ. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ക്യാഷ്യറിൻ്റെ അടുത്ത് സുഖമാണോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ എന്ന് പറയുന്ന ബന്ധമില്ല. നമുക്ക് ആ കാര്യം നടത്തി പോവുക എന്നുള്ളതിലപ്പുറം ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പേടിയായിരിക്കാം പക്ഷേ നമ്മളങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും.
അപ്പോൾ ഈ നമ്മളെന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്ക് നഴ്സിംഗ് ശുശ്രൂഷ മേഖല വളരണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമതായിട്ട് ഈ നമ്മളെന്ന് പറയുന്നൊരു ബന്ധം, റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു എവല്യൂഷൻ ഉണ്ട് റിലേഷൻഷിപ്പിൽ. കാരണം ഒരു വ്യക്തി നമ്മളായിട്ട് സംസാരിക്കാൻ വരാണെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി നമ്മളായിട്ട് സംസാരിക്കാൻ വരുന്നു, നിങ്ങളുടെ അടുത്തൊരു രോഗി സംസാരിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ സംസാരിക്കാൻ വരുന്നു. അയാൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നമ്മളോട് സംസാരിക്കുള്ളൂ. നമ്മളത് നമ്മുടെ തലരുള്ളിൽ നമ്മളത് ശരിക്കും സ്റ്റോർ ചെയ്യണം. വന്ന ഉടനെ തന്നെ നമ്മൾ ബഹുമാനത്തോടും ആദരവോടും ഭയങ്കര അടുപ്പത്തോടും കൂടി ആയിരിക്കില്ല ഒരു രോഗിയോ അവൻ്റെ ബൈസ്റ്റാൻഡറോ നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. അവർക്ക് പേടിയുണ്ടാവും, രോഗത്തെക്കുറിച്ചുള്ള പേടിയുണ്ടാവും, പിന്നെ നമ്മളെങ്ങനെയാണ് പെരുമാറാമെന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം അവർക്ക് പല അനുഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, ജൂബിലിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നഴ്സുമാരുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നമ്മളോട് സംസാരിക്കുള്ളൂ, റൈറ്റ്? എന്നാൽ ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ജഡ്ജ് ചെയ്യരുത്. അയാൾ ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കുന്നത്, അതിന് അയാളായിട്ട് കമ്പനി വേണ്ട, നമ്മളിനോട് ബന്ധം വേണ്ട എന്ന് നമ്മൾ പെട്ടെന്ന് വെച്ചേക്കരുത്. ഈ രോഗി നമ്മളോടൊരു അകൽച്ച കാണിക്കുന്നുണ്ട്, അത് കാരണം ഈ രോഗിയായിട്ടൊരു അടുപ്പം വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? റിലേഷൻഷിപ്പ് എപ്പോഴും ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. എപ്പോഴും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്തുമാത്രം ഉണ്ടാവുമെന്ന് അറിയില്ല. അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉപരിയായിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റൊക്കെ സംഭവിക്കുമെന്ന്, അത് ലവ് ആണോ അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, റിലേഷൻഷിപ്പ് എപ്പോഴും ഇവോൾവ് ചെയ്ത് വരുന്നത്. ടേക്ക് ടൈം. നമ്മളൊരു ചെടി ഇങ്ങനെ വലുതായി വരുന്ന പോലെയാണ് റിലേഷൻഷിപ്പും ഇവോൾവ് ചെയ്ത് വരുന്നത്. അതിന് വെള്ളം ഒഴിക്കണം, സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കണം എന്ന് പറയുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പും ഇവോൾവ് ചെയ്ത് വരുന്നതാണ്, റൈറ്റ്? ഇപ്പം നമ്മുടെ അടുത്തൊരു ഒരാൾ നമ്മളോട് റൂം ചോദിച്ചു വരുന്നു. ചിലപ്പോൾ അയാൾ ദേഷ്യത്തോടെ ആയിരിക്കും വരുന്നത്. ഉടനെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, അയാൾ പൊട്ടയാണ് അല്ലെങ്കിൽ അയാൾ ചൂടനാണ് എന്നൊന്നും വിചാരിച്ചേക്കരുത്. റിലേഷൻഷിപ്പ് ഇവോൾവ് ചെയ്ത് വരുന്നത്. അയാളെ പതുക്കെ നമുക്ക് വി എന്ന് പറയുന്ന ബന്ധത്തിലേക്ക്, നമ്മൾ എന്ന് പറയുന്നൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിൻ്റെ നമ്മൾ ഇങ്ങനൊരു ബന്ധം നമ്മൾ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നൊരു ബന്ധത്തിലേക്ക് നമ്മൾ നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ, നഴ്സിംഗ് മേഖലയിൽ രോഗികളെയും ബൈസ്റ്റാൻഡേഴ്സിനും ഡോക്ടർമാരെയും സ്വീപ്പേഴ്സിനും എല്ലാവരും നമ്മളെന്ന് പറയുന്നൊരു സാധനത്തിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ബുദ്ധിമുട്ടുകളുണ്ട്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ് റോഡ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള റോഡാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജോലി ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോകാം, ഒരാളെയും മൈൻഡ് ചെയ്യേണ്ട, ഒന്നും കാര്യം ചെയ്യേണ്ട. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന ആളും ഇതുപോലെ തന്നെ പോകും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 8 മണിക്കൂർ കൊണ്ട് നമ്മളൊരു ബന്ധം ഉണ്ടാക്കാനുള്ള, നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വളരെ കൂളായിട്ട് നഷ്ടപ്പെടുത്തി കളയും. എന്നാൽ ആ ചാലഞ്ച് എന്താ? നമുക്ക് ഇവോൾവ് ചെയ്ത് വരാനുള്ള ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്യണം നമ്മുടെ അടുത്ത്, അല്ലേ? എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, എൻ്റെ വീട് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഓപ്പണിംഗ് അപ്പ് അവരുടെ ഭാഗത്ത് നിന്ന്, അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. രണ്ടാമത്, പെട്ടെന്ന് ആരും അവരുടെ ലൈഫിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യില്ല, ഓപ്പൺ അപ്പ് ചെയ്യില്ല, ഷെയർ ചെയ്യൂല. നമ്മൾ പറയുന്നതിന് ഓപ്പൺ അപ്പ് ആവില്ല ചിലപ്പം. അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമതായിട്ട്, നമുക്ക് അവരെന്താ ചിന്തിക്കണേന്ന് നമുക്കറിയില്ല. ഇപ്പോൾ രോഗി, ബൈസ്റ്റാൻഡർ, ചിലപ്പോൾ നമുക്ക് പേടിയുണ്ടാവും, നമ്മളെ പറ്റി മോശമായിട്ട് ചിന്തിക്കുമോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള മനസ്സിരിപ്പ് നല്ലതാണോ മോശമാണോ, നമുക്കിതൊന്നും പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചാലഞ്ചാണ്. വി എന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ട് നമുക്കുള്ള ചാലഞ്ചസാണ്. ഓപ്പൺ അപ്പ് ആവാനുള്ള ചാലഞ്ച്, ഷെയർ ചെയ്യാനുള്ള ചാലഞ്ച്, ഇനി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയാൻ, മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചാലഞ്ചസാണ്. ഈ ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയേ പറ്റും. ഒരു മിനിറ്റ് ബ്രേക്ക്. എത്ര മിനിറ്റായി?